വർക്കല മോട്ടോറിംഗ് ക്ലബ് എക്സൈസ് വകുപ്പുമായും വർക്കല പോലീസുമായും സഹകരിച്ചുകൊണ്ട് ലഹരി ദുരുപയോഗത്തിന്റെ അപകടങ്ങളെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുന്നതിനായി ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ലഹരിയെ പുറത്താക്കാം, ആരോഗ്യകരമായ ഭാവി കെട്ടിപ്പടുക്കാം എന്ന സന്ദേശം നൽകിക്കൊണ്ട് സംഘടിപ്പിച്ച ക്യാമ്പയിന്റെ ഉദ്ഘാടനം തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി എ റബിയത്ത് നിർവഹിച്ചു. വർക്കല ക്ലിഫിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വർക്കല സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അജയ്കുമാർ അധ്യക്ഷത വഹിച്ചു. ബോധവൽക്കരണ ക്ലാസ്സാണ് നമ്മളിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇന്ന് നമ്മുടെ നാട് വലിയൊരു വിപത്തിലൂടെ കടന്നു പോവുകയാണ്. നമുക്കൊരു മാറ്റം വേണം. പ്രധാനമായും നാട് വളരെയേറെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. യുവതലമുറ ഇന്ന് ലഹരിക്ക് അടിമപ്പെട്ട് പലതരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് നമ്മുടെ നാട്ടിൽ. നമുക്കെല്ലാവർക്കും അതിനെതിരെ നിൽക്കാൻ കഴിയണം. നമ്മളെല്ലാവരും തന്നെ അതിനെതിരെ നിൽക്കാൻ വേണ്ടി പ്രയത്നിക്കണം. ഇപ്പോൾ വർക്കല മോട്ടോറിംഗ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് ഈ നടത്തിവന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നമ്മുടെ വർക്കലയിൽ തന്നെ ഒരു തുടക്കമാണ്. ഇതുപോലെ നമ്മുടെ വർക്കലയിലുള്ള ഒരു കൂട്ടം യുവാക്കളെല്ലാം ഇതിനു വേണ്ടി ഇറങ്ങണം. നമ്മുടെ ഈ മിഷന് വേണ്ടി ഹാർദമായി പ്രയത്നിക്കണം. സ്വാമിന നമ്മുടെ സബീത്ത് സാർ ഇവിടെ ഒരു കാര്യം പറഞ്ഞു. നാം ഒരു കുറ്റത്തിന്റെ പിന്നാലെ കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ കാണുന്ന പീഡനമായാലും മോഷണമായാലും കൊലപാതകമായാലും അതിന്റെ എല്ലാം പിന്നിൽ ഒരു വില്ലൻ അദൃശ്യനായിട്ടുണ്ട്. ആ വില്ലൻ എന്ന് പറയുന്നത് ലഹരിയാണ് എന്നൊരു ബോധ്യത്തിലേക്ക് നാം എത്തിച്ചേരണം. എക്സൈസിന്റെയും പോലീസിന്റെയും ഒക്കെ ഒരു കാലഘട്ടത്തിൽ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ വ്യാജമദ്യങ്ങളുടെ വിപണനം തടയുക, അത് വിൽക്കുന്നവരെ ഉപയോഗിക്കുന്നവരെ പിടികൂടുക എന്നുള്ളതായിരുന്നു. എന്നാൽ ആധുനിക കാലഘട്ടത്തിൽ, വർത്തമാന കാലഘട്ടത്തിൽ ആ ഒരു ബോധ്യത്തിൽ നിന്ന് മാറി നമ്മുടെ സമൂഹം ബോധമുള്ളവരായി തീരണം. പലപ്പോഴും നമ്മളുടെ മക്കൾ അല്ലെങ്കിൽ യുവാക്കൾ ലഹരിക്ക് അടിമയാകുന്നത് അറിവില്ലായ്മ കൊണ്ടല്ല, മറിച്ച് തിരിച്ചറിവ് നഷ്ടപ്പെടുമ്പോൾ മാത്രമാണ്. വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തി പോലും അറിവില്ലായ്മയുടെ പേരിലല്ല, തിരിച്ചറിവ് നഷ്ടപ്പെടുന്ന ഒരു ഘട്ടത്തിലാണ് ലഹരിക്ക് അടിമപ്പെട്ട് ഒരു മനുഷ്യൻ സ്വാഭാവിക ബുദ്ധിയിൽ ചെയ്യാൻ പറ്റാത്ത, ഒരു പരിഷ്കൃത സമൂഹത്തിന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യുന്നത്. മുമ്പ് നമ്മൾ കൊട്ടാരക്കരയിൽ കണ്ടതാണ് ഒരു അധ്യാപകൻ ചികിത്സാർത്ഥം ആ അധ്യാപകനെ ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്നപ്പോൾ ഒരു യുവ ഡോക്ടറെ മൃഗീയമായി കൊലപ്പെടുത്തിയ സംഭവം നമ്മുടെ മുന്നിലുണ്ട്. ആ അധ്യാപകൻ അറിവില്ലാത്ത ആളല്ല, വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. വിജ്ഞാനം വിതരണം ചെയ്യുന്ന ഒരു സമൂഹത്തിൽ നിന്നുകൊണ്ടുള്ള ആ അധ്യാപകൻ തിരിച്ചറിവ് നഷ്ടപ്പെട്ട ഒരു ഘട്ടത്തിലാണ് അപ്രകാരത്തിലുള്ള ഒരു ക്രൂരകൃത്യം ചെയ്യുവാനായിട്ട് മുതിർന്നതോ. ഇവിടെ നാം ഒരു തെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സാക്ഷി നമ്മളോട് പല പ്രാവശ്യം നമ്മളോട് പറയും, നീ ചെയ്തത് തെറ്റാണ് തെറ്റാണ് എന്നോ. എന്നാൽ ആ മനസ്സാക്ഷിയുടെ വിളി നാം കേട്ടില്ലെങ്കിൽ നമ്മൾ മനുഷ്യത്വം നശിച്ചവരായിട്ട് മാറും. മനുഷ്യത്വം നശിക്കുമ്പോൾ നാം മനുഷ്യൻ ചെയ്യാത്ത കാര്യങ്ങൾ മൃഗാവസ്ഥയിലേക്ക് പോയി ചെയ്യും. അതാണ് ഈ സമൂഹത്തിൽ നാം നമ്മുടെ വർത്തമാന കാലഘട്ടത്തിൽ കണ്ടുവരുന്ന കുറെ ഏറെ കാര്യങ്ങൾ. ഒരു കൂട്ടം കുട്ടികൾ ചേർന്ന് ഒരു വലിയ കാര്യമാണ് അവർ തുടങ്ങി വെച്ചിരിക്കുന്നത്. ഇന്നത്തെ കാലത്തിന്റെ ആവശ്യമായ ഒരു പോരാട്ടം, ഒരു ഫൈറ്റ്, ഒരു യുദ്ധമാണ്. നമുക്ക് പലതരത്തിലുള്ള യുദ്ധങ്ങളെ കുറിച്ച് അറിയാം, ഫേസ് ടു ഫേസ് വാർ അറിയാം. ഇത് ലഹരിക്കെതിരെയുള്ള ശക്തമായ ഒരു യുദ്ധത്തിന്റെ, പോരാട്ടത്തിന്റെ, സമരത്തിന്റെ തുടക്കമാണ്. അതിലേക്ക് ആ കുട്ടികളെ, അവരുടെ മനസ്സിനെ അതിലേക്ക് കൊണ്ടുവന്ന ആരോ, അവരെ പ്രത്യേകം ഈ സാഹചര്യത്തിൽ അഭിനന്ദിക്കുന്നു, അവർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ നമുക്കറിയാം, ഇന്ന് പല തരത്തിലുള്ള അഡിക്ഷൻസ് ആണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലഹരി തന്നെയാണ്. റീസെന്റ് ഒറിജിൻ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ അഡിക്ഷനാണ്. ലഹരി അതിന്റെ ഗ്രാവിറ്റി മനസ്സിലാക്കാൻ വേണ്ടി എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള ഒരു ചെറിയ കാര്യം ഞാൻ പറയാം. ഞാൻ ഇടുക്കി സബ് ഇൻസ്പെക്ടറായി ജോലി ചെയ്യുന്ന സമയത്ത്
ഒരു പ്രായമുള്ള 70-75 വയസ്സുള്ള ഒരു സ്ത്രീയെ ആക്രമിച്ചു എന്നോ രാത്രി ആരും ആക്രമിച്ചു എന്ന് പറഞ്ഞൊരു കേസ് വന്നു. പ്രതി ആരെന്ന് അറിയാൻ പാടില്ല. അന്വേഷണം നടത്തിയതിൽ പ്രതി എന്ന് പറയുന്നത് ഇവരുടെ മകൻ തന്നെയായിരുന്നു. മകൻ എന്ന് പറയുന്നത് ലഹരിക്ക് അടിമപ്പെട്ട് അവരെ ഉപദ്രവിക്കുകയും ഇവൻ അമ്മയെ മാതാവിനെ ഈ ലഹരിയുടെ അടിമയ്ക്ക് പെട്ടിട്ട് മാതാവിനെ റേപ്പ് ചെയ്യുകയും അവരുടെ ഗർഭാശയം കൈകൊണ്ട് വലിച്ച് പുറത്തുവിടുകയും ചെയ്തു. അത്രയും അതായത് വളരെ ഏറ്റവും മോശമായ ഒരു പ്രവൃത്തി ആ മദ്യാസക്തിയിൽ അയാൾ ചെയ്തു. ഒരുപക്ഷെ മദ്യപിച്ചില്ലായിരുന്നെങ്കിൽ അയാളത് ചെയ്യില്ലായിരുന്നു. അപ്പോൾ ലഹരിയുടെ അടിമയാകുന്നതിന്റെ ഈ കഥ എനിക്ക് തോന്നുന്നു വളരെ മെച്ചമായിരിക്കും. ഈ കഥ ഇതെന്റെ ലൈഫിലുള്ള ഒരു കേസായിരുന്നു. ഡിറ്റക്ട് ചെയ്തു. പക്ഷെ എന്നിട്ട് ആ മാതാവ് പറഞ്ഞത് അവനെ ജയിലിൽ അയക്കരുത്, എന്റെ മകനെ ജയിലിൽ അയക്കരുത്. അവർ അംഗീകരിച്ച സംഭവം അത്രയും സ്നേഹമാണ് പറയുന്നത്. എന്നിട്ടും ലഹരിയിൽ പെട്ട് ഇത്തരം ഒരു കുറ്റകൃത്യം, വൻ കുറ്റകൃത്യം ഈ മകൻ ചെയ്തു. അപ്പോൾ നമുക്ക് തിരിച്ചറിയാം നമ്മുടെ കുട്ടി മദ്യം ഉപയോഗിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ആളാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള സിംറ്റംസ് ASI വിശദമായ ക്ലാസ് എടുക്കും. ബേസിക്കലി പറഞ്ഞാൽ അവന് വിശപ്പ് കുറവായിരിക്കും. 3 നേരം കഴിച്ചുകൊണ്ടിരുന്നവൻ കുറച്ചേ കഴിക്കത്തുള്ളൂ. പിന്നെ അവന് ഒന്നിനും ശ്രദ്ധ കാണത്തില്ല, അവന്റെ വിദ്യാഭ്യാസ ശ്രദ്ധ കാണത്തില്ല. പിന്നെ മിക്കവാറും അവൻ സോഷ്യൽ മീഡിയയ്ക്ക് അഡിക്റ്റ് ആയിരിക്കും. 24 hours നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ നാടിനും കുടുംബത്തിനും അവനും രാജ്യത്തിനും തന്നെ ഒരു ബാധ്യതയായി മാറും. അതിനെതിരെയുള്ള പോരാട്ടം അത് വലിയൊരു ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ ചെറുപ്പക്കാരായ നിങ്ങൾക്ക് മാത്രമേ കഴിയത്തുള്ളൂ. ഈ മുതിർന്നവർക്ക് ഇത് സംബന്ധിച്ച് എത്ര റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അവരുടെ സമയം പകുതി കഴിഞ്ഞ പോലെ നിങ്ങളുടെ ഊർജവും എനർജിയും ഇങ്ങനെയുള്ള കേസുകളുടെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ എക്സൈസിനെയോ അല്ലെങ്കിൽ പോലീസിനെയോ കൃത്യമായി നമ്പറുകൾ പറയും, ASI നമ്പറുകൾ പറയും. അപ്പോൾ ആ നമ്പറുകളിലേക്ക് വിളിച്ച് അറിയിക്കാം. നിങ്ങൾ അറിയിക്കുന്നത് രഹസ്യമായിരിക്കും. പിന്നെ ഒരു കാരണവശാലും ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ സൗഹൃദ ബന്ധമോ ഫോണിലൂടെയുള്ള ബന്ധമോ പാടില്ല. കാരണം എപ്പോഴെങ്കിലും പോലീസോ എക്സൈസോ പിടിക്കുമ്പോൾ ആ കോളിലുള്ള എല്ലാവരെയും നോക്കും. അപ്പോൾ നമ്മുടെ നമ്പർ എന്താണ്, നമ്മളെയും വിളിക്കും. പങ്കെടുത്ത എല്ലാവർക്കും ഹാർദവമായി നന്ദി രേഖപ്പെടുത്തുന്നു. വർക്കല മോട്ടോറിംഗ് ക്ലബ് പ്രസിഡന്റ് മിലൻ ബൈജു സ്വാഗതം ആശംസിച്ച് ആരംഭിച്ച ക്യാമ്പയിനിൽ വർക്കല അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സെബാസ്റ്റ്യൻ ബോധവൽക്കരണ ക്ലാസുകൾ നയിച്ചു. ആരോഗ്യകരവും മയക്കുമരുന്ന് രഹിതവുമായ സമൂഹത്തിനായുള്ള പ്രതിബദ്ധതയുടെ ഭാഗമായിട്ടാണ് ക്യാമ്പയിൻ നടത്തുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സംഘടനാ സെക്രട്ടറി യൂസഫ്, ട്രഷറർ അലൻ ബൈജു, പ്രസിഡന്റ് മിലൻ, വർക്കല പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ, നഗരസഭാ ഉദ്യോഗസ്ഥർ തുടങ്ങി സാമൂഹ്യരംഗത്തെ നിരവധി പേർ ചടങ്ങിൽ സന്നിഹിതരായി. വിസ്മയ ന്യൂസ്, വർക്കല.